അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. കുതുബി 112. والرسم الطعام ما يتركب من الجنس القريب والخاصة. والرسم الطعام റസ്മുത്താമ് എന്ന് പറഞ്ഞാൽ മാ അത് ഒന്നാണ്, യതറക്കബു അത് ഉണ്ടായിത്തീരും, മിനൽ ജിൻസിൽ ഖരീബി വൽ ഖാസത്തി ജിൻസ് ഖരീബിനാലും ഖാസയാലും ഉണ്ടായിത്തീരും. ജിൻസ് ഖരീബിനാലും ഖാസയാലും ഉണ്ടായിത്തീരും. ഏതുപോലൊക്കെ തഅരീഫിഹി ഇൻസാനിക്ക് തഅരീഫ് പറയും പോലെ ബിൽ ഹയവാനി ലാഹിക് അൽ ഹയവാനു ലാഹിക് എന്ന് തഅരീഫ് പറയാം. ഹയവാന് ജിൻസാണ്, ലാഹിക് എന്നുള്ളത് ഖരീബാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇൻസാനിക്ക് ഹയവാനു ലാഹിക് എന്ന് തഅരീഫ് പറയല് അത് റസ്മ താമാണ്. അപ്പൊ ഇനി ചർച്ച ചെയ്യാനുള്ള എന്താണ്, ഈ റസ്മു താമിന് എങ്ങനെയാ റസ്മ് എന്ന് പേര് വെക്കുന്നത്, എങ്ങനെയാ താമ് എന്ന് പേര് വെക്കുന്നത്? അമ്മ അന്നഹു റസ്മുൻ. അപ്പൊ ഈ റസ്മു താമ് റസ്മാകുന്നത് ഫലി അന്ന റസ്മദ്ദാരി വീടിന്റെ റസ്മ് എന്ന് പറഞ്ഞാൽ അസറുഹ അതിന്റെ അടയാളം എന്നാണ്. റസ്മുന്നഫ ഒരു ബെയ്ത്തൊക്കെ ഉണ്ടല്ലോ, മനസ്സിലായ? അപ്പം വീടിന്റെ അസർ, അപ്പൊ വീടിന്റെ എന്തല്ല ഹഖീഖത്തല്ല, അതിന്റെ പിന്നെ ഫീ നഫ്സിലുള്ള മാഹിയത്വം അതുമല്ല, പിന്നെ അതിന്റെ മേൽ അറിയിക്കുന്ന ചില അടയാളങ്ങളാണെന്ന് മാത്രം. അതാകുമ്പോ ഈ റസ്മുത്താമ് ഇപ്പൊ നമുക്ക് ചിന്തിച്ചാൽ കിട്ടുമല്ലോ. ഇപ്പൊ ഇൻസാനെ സംബന്ധിച്ച് നമ്മൾ ഹയവാനും ലാഹിക്ക് എന്നല്ല തഅരീഫ് പറയുന്നത്. അപ്പൊ ഈ ഹയവാനും ലാഹിക്ക് എന്ന് പറയുന്നത്, ഈ ലാഹിക്ക് എന്നുള്ളത് സത്യത്തിൽ പറഞ്ഞാല് പിന്നെ ഇൻസാന്റെ മേല് ഇൻസാന്റെ പിന്നെ ഹക്കീക്കത്തിന് ലാഹിക്ക് വെളിവാക്കൂല. അതുപോലെ തന്നെ ഇൻസാനിന്റെ മാഹിയത്തിന് അത് വെളിവാക്കൂലല്ലോ. പിന്നെയോ ഇൻസാനിനെ ഒരു രൂപത്തിൽ, അതിന്റെ ഒരു വസ്ഫിന്റെ രൂപത്തില്, മനസ്സിലായില്ലേ, അതിന്റെ സവിശേഷത വിവരിക്കുക എന്ന അടിസ്ഥാനത്തിലാണ് വെളിവാക്കുന്നത്. അതാണ് അമ്മ അന്നഹു റസ്മുൻ. മനസ്സിലായില്ലേ? വലമ്മ കാന തഅരീഫൻ. ഈ റസ്മുത്താമ് ഈ റസ്മ് എന്നുള്ളത് ഒരു തഅരീഫായപ്പോ ബിൽ ഖാരിജി കൊണ്ടുള്ള തഅരീഫായി. അൽ ലാസിമി എങ്ങനത്തെ ഖാരിജാണ്? ലാസിമായ അല്ലതി എങ്ങനത്തെ ലാസിമായ ഖാരിജ് ഒരു ഷെയ്യിന്റെ ആസാറിൽപ്പെട്ട ഒരാസാറാണ്. ഇപ്പൊ ഏതുപോലെ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇൻസാനിക്ക് ഈ ലാഹിക്ക് എന്നുള്ളവർക്ക് ഈ ലാഹിക്ക് എന്ന് പറയുന്നത് ഇൻസാനിന്റെ ദാത്യം തൊട്ട് എന്താണ് ഖാരിജി ആയതാണ്. ഇൻസാന്റെ ദാത്യം തൊട്ട് ഖാരിജി ആയതാണല്ലോ ഏത് ഈ ലാഹിക്ക് എന്നുള്ളത്. അതോടുകൂടി ഇൻസാനി എന്ന് പറഞ്ഞ ഷെയ്യിന്റെ ആസാറിൽപ്പെട്ട ഒന്നാണ് ഏത് ലാഹിക്ക്. കാരണം ലാഹിക്ക് എന്നുള്ളത് ഹയവാനിൽ നിന്ന് ഇൻസാനാകുന്ന മായത്തിനക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റുള്ളതായ ഹയവാനുകൾക്കൊന്നും ഏതുണ്ടാവില്ല, ലാഹിക്ക് എന്ന് പറഞ്ഞതായ സവിശേഷത ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഫയക്കൂനു. അപ്പൊ ഈ ഇൻസാനിനക്ക് ഇങ്ങനെ ഹയവാനും ലാഹിക്കൊണ്ട് തഅരീഫ് പറയലായി തഅരീഫൻ ബിൽ അസരി, അസർ കൊണ്ട് തഅരീഫ് പറയലായി.
അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, റസ്മ് എന്ന് പറയാനുള്ള കാര്യം. എന്നാൽ അമ്മ അന്നഹു താമുൻ, അമ്മ അന്നഹു റസ്മുൻ അമ്മ അന്നഹു താമുൻ, അങ്ങനാണല്ലോ വേണ്ടതല്ലേ. ഇവിടെ അമ്മ അന്നഹു റസ്മുൻ അല്ല, അപ്പൊ അമ്മ അന്നഹു താമുൻ. അപ്പൊ ഈ താമാകുന്നത് എങ്ങനെ? ഈ കിതാബ്, നമ്മളെ കിതാബിലൊക്കെ താമെന്നാണ്, അത് ശരിയാവൂല. ഇവിടെ അമ്മ അന്നഹു റസ്മുൻ അല്ലേ, അപ്പൊ അതേപോലെ തന്നെ അമ്മ അന്നഹു താമുന്നല്ല വേണ്ടത്. അപ്പൊ ഈ റസ്മു താമാകുന്നത് ഏതടിസ്ഥാനത്തില്? ഫലി മുഷാബഹത്തിഹി, ഈ റസ്മുത്താമ് സാദൃശ്യമാകുന്ന കാരണത്തിനു വേണ്ടി അൽ ഹദ്ദത്താമ, ഹദ്ദുത്താമിനോട് എന്താകുന്നുണ്ട്? അത് സാദൃശ്യമാകുന്നുണ്ട് കേട്ടാ. എന്തിനോട്? ഹദ്ദുത്താമിനോട് അത് സാദൃശ്യമാകുന്നുണ്ട്. കാരണം എന്താ? ഹദ്ദുത്താമ് എന്ന് പറഞ്ഞാല് ഏതടിസ്ഥാനത്തിൽ? അമിൻ ഐസു ഇന്നഹു, തീർച്ചയായിട്ടും ഈ ഹദ്ദുത്താമ് എന്നുള്ളത് ഉദിയ ഫീഹി, അതിൽ വെക്കപ്പെടും അൽ ജിൻസുൽ കരീബു, ജിൻസ് കരീബിന്. അങ്ങനെ ജിൻസ് കരീബിനെ വെച്ചതിന്റെ ശേഷം വഖുയ്യിദ, അവിടെ കൈത് കൊടുക്കപ്പെടും. ബി അംരിൻ യഖ്തസു ബി ഷൈഇ, ഒരു ഷെയ്യ് കൊണ്ട്, അഥവാ ഈ മുഅറഫ് ഇവിടെ ഇൻസാന്, ആ ഇൻസാന് കൊണ്ട് പ്രത്യേകമാകുന്ന ഒന്നുകൊണ്ട് കൈത് കൊടുക്കപ്പെടും. മനസ്സിലായോ? ഇപ്പൊ ഇൻസാനിക്ക് ഇപ്പൊ നമ്മൾ അയവാൻ നാത്തിക്ക് എന്ന് പറയാ. ഈ നാത്തിക്ക് എന്നുള്ള ഇൻസാനിക്ക് മാത്രം ഖാസായതാണല്ലോ, ഇൻസാനിക്ക് മാത്രം ഖാസായതാണ്. മാത്രല്ല ഇൻസാനിന്റെ പിന്നെ കിവാമിനിക്ക് ആവശ്യമായതുമാണ്. അതായത് ലായിക്ക് എന്നുള്ളത് ഇൻസാന്റെ കിവാമിനിക്ക് ആവശ്യമായതല്ല, ഇൻസാനിന്റെ കിവാമിനിക്ക് ആവശ്യമായതല്ല ലായിക്ക് എന്നുള്ളത്. അതാണ്. ഇനി റസ്മുൻ നാഖിസ്, എന്തിനൊക്കെയാണ് ഈ റസ്മുൻ നാഖിസ് എന്ന് പേര് പറയാ? അത് ഒരു താരീഫാണ്. യക്കൂനു, അത് ആകും. ബിൽ ഖാസത്തി വഅദഹ, ഖാസ കൊണ്ട് മാത്രമാവും. ഇപ്പൊ ഇൻസാനിക്ക് എന്ത് ചെയ്യാ? വെറും ലാഹിക്ക് കൊണ്ട് മാത്രം താരീഫ് പറയാം. വരുന്നുണ്ട് അല്ലേ. വഅദഹ ഔ ബിഹ വബിൽ ജിൻസിൽ ബഈദ്, അതായത് ഖാസ കൊണ്ടും ജിൻസ് ബഈദ് കൊണ്ടും എന്ത് ചെയ്യാ? താരീഫ് പറയാം. ഉദാഹരണം ഏതുപോലെ? താരീഫ്, ഇൻസാനിക്ക് താരീഫ് അറിയും പോലെ. എങ്ങനെ? ബിൽ ലാഹിക്ക്, വെറും ലാഹിക്ക് കൊണ്ട് താരീഫ് പറയാം. അല്ലെങ്കിൽ ഔ ബിൽ ജിസ്മിൽ ലാഹിക്ക്, എങ്കിൽ വെറും ജിസ്മുൽ ലാഹിക്ക് കൊണ്ട് എന്ത് ചെയ്യാ? താരീഫ് പറയാം. മനസ്സിലായില്ലേ? വെറും ലാഹിക്ക് കൊണ്ട് താരീഫ് പറയാം, എങ്കിൽ ജിസ്മുൽ ലാഹിക്ക് കൊണ്ട് താരീഫ് പറയാം. എന്താ കാരണം? ഒരു റസ്മാണ്, പക്ഷെ താമായിട്ടില്ല എന്ന് മാത്രം, നുക്സാനിയത്തുണ്ട്. അപ്പൊ താമാണ് എന്ന് പറഞ്ഞ നമ്മൾ നേരത്തെ പലമ്മ കൗനുഹു റസ്മൻ, അപ്പൊ ഇത് റസ്മാകുക എന്ന് പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? അമ്മ കൗനുഹു റസ്മൻ, ഇത് റസ്മാകുക എന്ന് പറഞ്ഞത് പരിമാമറ, മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ. കാരണം റസ്മുൻ താറ് എന്ന് പറഞ്ഞാൽ അതിന്റെ അസറാണ്. മനസ്സിലായില്ലേ? അതോടുകൂടെ ഈ ലാസിമായ ഖാരിജ് കൊണ്ട് താരീഫ് പറയല് ഒരു മുഅറഫിന്റെ ആസാറിൽപ്പെട്ട ഒരു ആസാറാണ് എന്ന അടിസ്ഥാനത്തിലാണെന്ന്. ഇനി അമ്മ കൗനുഹു നാഖിസൻ, അല്ല എന്ത് നാഖിസാവാൻ കാരണമുണ്ട്. ഫലി അരിഫി ബഅളി അജ്സായി റസ്മി താമി അൻഹു, റസ്മു താമിന്റെ ജുസുക്കളിൽപ്പെട്ട ബാദിന് എന്ത് ചെയ്ത്? ചോർദിയ, കളഞ്ഞു. മനസ്സിലായില്ലേ? കളഞ്ഞൂന്ന്. അതേതായിരുന്നു? റസ്മുത്താമിൽ എന്തായിരുന്നു? ഹയവാനുണ്ടായിരുന്നു, അതുപോലെ ഖാസും ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അതിൽപ്പെട്ട ഒന്നിനെ കളഞ്ഞ്. ലാ യുക്കാലു, മിണ്ടാൻ പാടില്ല. ആഹുന, ഇവിടത്തിലുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ താരീഫ് പറഞ്ഞപ്പോ എന്താ? അതായത് അദ്ദുത്താമ് റസ്മുത്താമ്, അതുപോലെ ഹദ്ദുൻ നാക്കിസ് റസ്മുൻ നാക്കിസ്, ഈ 4 താരീഫാണല്ലോ നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്നത്. ഇനി പറയാൻ പോകാൻ ലാ യുക്കാലു, മിണ്ടാൻ പാടില്ല. ആഹുന, ഇവിടത്തിലുണ്ട്.
അക്സാമുൻ നുഹറു, വേറെയും ചില കിസ്മുണ്ട് എന്ന്. വേറെയും ചില എന്തുണ്ട്? കിസ്മുണ്ട്. വയ്യ ഏതാണ് ആ കിസ്മ? ഏതാണ്? അത്താരീഫു, താരീഫ് പറയാം ഒരു ഷെയ്യിനിക്ക് ബിൽ അർളിൽ ആമി മാൽ ഫസിലി, ഫസിലോട് കൂടെ അർള് ആമ കൊണ്ട് താരീഫ് പറയാം. അതിപ്പോ എങ്ങനെ? ഇപ്പൊ ഇൻസാനിനിക്ക് എന്ത് ചെയ്യാ? അൽ മാഷിന്നാത്തിക്കൂന്ന് പറയാം. മാഷിന്നാത്തിക്കൂന്ന് പറയാ. കാരണം പിന്നെ മാഷി എന്നുള്ളത് അർള് ആമയാണ്, നാത്തിക്ക് എന്നുള്ളത് ഖാസയാണ്. അപ്പൊ അൽ മാഷിൻ നാത്തിക്കൂന്ന് അറിയാം. എനിക്ക് ഖാസത്തി, ഖാസയോട് കൂടെ. അങ്ങനെ അതായത് പിന്നെ അൽ മാഷിൽ ലാഹിക്ക് എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ബിൽ ഫസിലി മാല ഖാസത്തി, ഫസല് കൊണ്ടും ഖാസയോടും കൂടിയിട്ട്. അപ്പൊ എങ്ങനെ? നാത്തിക്കുൽ ലായിക്ക് എന്ന് പറയാം, അൻ നാത്തിക്കുൽ ലായിക്ക് എന്ന് പറയാം. മനസ്സിലായില്ലേ? ഇതിപ്പോ ഒരു മൂന്ന് പിന്നെ ഇനങ്ങൾ അപ്പൊ പറഞ്ഞു. ഇത് മൂന്നും ശരിയല്ല. ഇത് മൂന്നും ഇവിടെ ഇത്തിബാർ ചെയ്യപ്പെടാൻ കഴിയൂല, അത് പരിഗണിക്കപ്പെടാൻ കഴിയൂല. തലയുള്ളവർക്കൊക്കെ മനസ്സിലാവും. ഞാൻ പറയാൻ പോവാണ്. ഈ അന്നാനൂലു, തീർച്ചയായിട്ടും നമ്മൾ പറയും. നമ്മൾ പറയും. എന്താ പറയുന്നത്? ഇന്നമാലം യഅ്തബിറു, തീർച്ചയായിട്ടും നമ്മളെ ഈ മനാത്തിക്കത്തെ എഴുത്തിബാർ ചെയ്തില്ല. മനാത്തിക്കത്ത് എന്ത് ചെയ്തില്ല? എഴുത്തിബാർ ചെയ്തില്ല. ആദിഹിൽ അക്സാമ, ഈ പറയപ്പെട്ട കിസ്മുകൾ അപ്പൊ നമ്മൾ 3 പറഞ്ഞില്ലേ? 3 പറഞ്ഞില്ലേ? അപ്പൊ ഈ പറയപ്പെട്ട 3 മനസ്സിലായ? അവ നമ്മൾ താരീഫ് പറഞ്ഞില്ല. എന്താ ഇതിന്റെ കാരണം? അന്നൽ വറള മിന തഅരീഫി, തഅരീഫ് എന്ന് പറഞ്ഞത് കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കപ്പെടുന്നത്, തഅരീഫ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാൽ തഅരീഫ് കൊണ്ടുള്ളതായ മഖ്സൂദ്, തഅരീഫ് കൊണ്ടുള്ളതായ മഖ്സൂദ്. ആ തഅരീഫ് കൊണ്ടുള്ള മഖ്സൂദാകുന്നത് അത് ഏതാവാം? പിന്നെ ഇമ്മ തെമ്മീസും, ഒരു പക്ഷേ അത് തെമ്മീസാവും. തെമ്മീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് മുഅറഫ് അല്ലാത്തതിനെ തൊട്ട് എന്ത് ചെയ്യുക? വേർതിരിക്കുക. മുഅറഫ് അല്ലാത്തതിനെ തൊട്ട് എന്ത് ചെയ്യുക? വേർതിരിക്കുക. ഈ മുഅറഫ് അല്ലാത്തതിനെ തൊട്ട് വേർതിരിക്കുക എന്ന് പറഞ്ഞ കാര്യം ഏതുകൊണ്ടുണ്ടാവൂല? അർള് ആമ കൊണ്ടുണ്ടാവൂല. കിട്ടൂല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഫസ്ലും ഖാസ കൊണ്ട് ഒന്നും കിട്ടൂല. അവ കൊണ്ട് ഒരിക്കലും ഈ മുഅറഫിനെ എന്ത് ചെയ്യാ? മുഅറഫ് അല്ലാത്തതിനെ തൊട്ട് വേർതിരിക്കുക എന്നുള്ളത് കഴിയൂല. കാരണം തമ്മീസിനിക്ക് യാതൊരു ചാൻസും അതിനിക്കില്ല. ഏത്? അർള് ആമക്ക്. പറഞ്ഞ് മനസ്സിലായില്ലേ? അതാണ്. അപ്പൊ ഈ അന്നൽ വറള മിന തഅരീഫി ഇമ്മ തെമ്മീസു, അല്ലെങ്കിൽ അവിൽ ഇത്തിലാവു അല ദാത്തിയാത്തി, അല്ലെങ്കിൽ ദാത്തിയാത്തിന്റെ മേൽ വെളിവാകുക. ഇപ്പൊ ഇൻസാനിക്ക് നമ്മള് തഅരീഫ് പറയുമ്പോ ഹയവാനും നാത്തിക്ക് എന്ന് പറയുമ്പോ ഹയവാനും ദാത്തിയാത്താണ്, അതേപോലെ നാത്തിക്കും ദാത്തിയാത്താണ്. വേറെ മാഷി പറഞ്ഞുകൊണ്ട് എന്താവൂല? ദാത്തിയാത്തിനെ മുഴുവൻ അതിന്റെ മേൽ വേർത്തെ അറിയാന്നുള്ള വരുന്നില്ലല്ലോ. ഒരു ദാത്തി പറഞ്ഞിരിക്കുന്നു വെക്ക, നാത്തിക്ക് പറഞ്ഞിരിക്കുന്നു, മറ്റേതില്ല, ഹയവാനില്ല. ഹയവാനാണ് ഏറ്റവും പ്രധാനമായത്. വൽ അർളുൽ ആമു, അർള് ആമ എന്ന് പറയുന്നത് ലാ യുഫീദു ശൈഅൻ മിൻഹുമ, ഈ പറയപ്പെട്ട രണ്ടിനെയും എന്ത് ചെയ്യൂല? അർള് ആമ ഫായിദപ്പിക്കൂല. ഈ രണ്ടിലേത്? ഒന്ന് തമ്മീസ് എന്ന മുഅറഫ് അല്ലാത്തത് വേർതിരിക്കുക. രണ്ടാമത്തത് ഏതാണ്? ഒരു മുഅറഫിന്റെ എല്ലാ ദാത്തിയാത്തിനെ സംബന്ധിച്ചും എന്ത് ചെയ്യുക? ഒരറിവുണ്ടാക്കി തീർക്കുക. മനസ്സിലായില്ലേ?
അപ്പൊ അതുകൊണ്ട് തന്നെ ഫലാ ഫായിദത്ത, ഒരർത്ഥമില്ല ഫീവമ്മിഹി, ഈ അർള് ആമയെ ചേർക്കുന്നതില് മൽ ഫസ്ലി, ഫസ്ലിനോട് കൂടി അഥവാ ഖാസയോട് നാത്തിക്കിനോട് കൂടി പിന്നെ അർള് ആമനെ അഥവാ മാഷിയെ ചേർത്തു, അതുകൊണ്ടൊരു ഫായിദില്ല. അതുപോലെ അവര് ഖാസത്തി, ഖാസയോട് കൂടി ചേർത്തി, അതുമില്ല. പിന്നെ അമ്മൽ മുറക്കബു മിനൽ ഫസ്ലി വൽ ഖാസത്തി, അപ്പൊ ഫസ്ലിനാലും ഖാസയാലും മുറക്കബായതോ നമ്മൾ പറഞ്ഞില്ലേ, നാത്തിക്കുൽ വാഹിക്ക് എന്ന് പറയാ. നാത്തിക്കു ഇൻസാന്റെ നാത്തി, പിന്നെ നാത്തിക്ക് എന്നുള്ളത് ഇൻസാനിന്റെ താത്തിയാണ്. അതേപോലെ പിന്നെ ലാഹിക്ക് എന്നുള്ളത് ഇൻസാന്റെ താത്തിയല്ല, ഇൻസാനിന്റെ ഏതാണ്, ഖാസയാണ്. മനസ്സിലായില്ലേ? ഞാൻ ഇൻസാനുമായി ബന്ധപ്പെടുന്നതാണ്. അപ്പൊ അതിനെ പറ്റി ചർച്ച. എങ്കിൽ ഫൽ ഫസ്ലു ഫീഹി, അപ്പൊ അതിലുള്ളതായ ഫസ്ല് മനസ്സിലായില്ലേ, യുഫീദു തെമ്മീസ, അത് തെമ്മീസിന് എന്ത് ചെയ്യും, ഫായിദ ലഭിക്കും. വലെത്തിലാല ദാത്തിയ്യ്, ദാത്തിയിന്റെ മേലില് വെളിവാവലിനെയും ഫായിദ ലഭിക്കും. ദാത്തിയാത്തിനെ ഫായിദ ലഭിക്കില്ല, ദാത്തിയാത്തിനെ ഫായിദ ലഭിക്കണില്ല. അല്ല, ദാത്തിയാത്തിന്റെ മേലെ ഇത്തിലാവ് വരുന്നില്ല, വെറും ദാത്തിയിന്റെ മേലെ മാത്രമേ എന്ത് വരുന്നുള്ളൂ, ഇത്തിലാവ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫലാ ഹാജത ഇലാ ലമ്മിൽ ഖാസ്വതി ഇലൈഹി, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഫലാ ഹാജത ഇലാ ലമ്മിൽ ഖാസ്വതി, ഖാസയെ ചേർക്കുന്നതിലേക്ക് ഒരു ഫായിദയുമില്ല. ഏതൈഹി, അതേക്കത് ഈ പറയപ്പെട്ട അർലാമയിലെ അത് ഈ ഫസ്ലിലേക്ക് ഒരു ഫായിദയും കിട്ടൂല. വൈകാനത്ത് മുഫീദത്തല്ലി തെമ്മീസി, യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ചെറിയൊരു തെമ്മീസിനെ ഫായിദ വെപ്പിക്കുന്നുണ്ട്, എന്നാലും ശരി. കാരണം എന്താണെന്നറിയാം, ഇത് അന്നൽ ഫസ്ല അഫാദവു മാ ഷൈഇൻ ആഖർ, ഫസ്ല് എന്ന് പറയുന്നത് അത് തെമ്മീസിനെ ഫായിദ വെപ്പിക്കുന്നത് വേറൊന്നിനോട് കൂടെയാണ്. വെറും നാത്തിക്കിനിക്ക് പിന്നെ നാത്തിക്കൊണ്ട് മാത്രം ഏതുണ്ടാവില്ല, ഇൻസാനാവുന്ന മുഅറഫിനിക്ക് തെമ്മീസ് ഉണ്ടാവില്ല. അയവാന് ആഡ് ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് എന്തുണ്ടാകുന്നത്, വ്യത്യാസം. എങ്കിൽ തരീഖുൽ ഹസ്രി ഫിൽ അഖ്സാമിൽ അർബഅ, ഈ പറയപ്പെട്ട 4 ഇനങ്ങളിലും ഹസ്റിനുള്ളതായ മാർഗം. ഏത് 4 ഇനം നമ്മൾ പറഞ്ഞില്ലേ, അദ്ദുത്താമ്, അദ്ദുനാക്കിസ്, റസ്മത്താമ്, റസ്മനാക്കിസ്, നാളെ 4 എണ്ണം. അതിന് കാരണം പറയാണ്, അയ്യുക്കാല പറയപ്പെടലാണ്. അത്തരീഫു, തരീഫ് എന്നുള്ളത് തരീഫ് എന്ന് പറഞ്ഞത് എവിടെ, തരീഫ് എന്ന് പറയുന്നത് ഇമ്മാബി മുജറദ് ദാത്തിയാത്ത്, വെറും ദാത്തിയാത്തുകളെ കൊണ്ട് മാത്രമാവും. വെറും ദാത്തിയാത്തുകളെ കൊണ്ട് മാത്രമാവും. നമ്മൾ ഇൻസാനിക്ക് അയവാനും നാത്തിക്കും എന്ന് പറയും പോലെ, അയവാനും ദാത്തിയാനും നാത്തിക്കും ദാത്തിയാത്ത ആവൂല. അല്ലെങ്കിൽ മുജറദ് ദാത്തിയാത്ത് കൊണ്ടാവൂല, ദാത്തിയും ഉണ്ടാവും വയറും ഉണ്ടാവും. ഫൈൻകാനബി മുജറദ് ദാത്തിയാത്തി, മുഴുവൻ വെറും ദാത്തിയാത്ത് കൊണ്ട് മാത്രമാണ് ഈ താരീഫ് എങ്കിലോ, അപ്പൊ ഇമ്മായൊക്കെ ജമീ ദാത്തിയാത്തി, മുഴുവൻ ദാത്തിയാത്ത് ഉണ്ടാവും അവിടെ. അപ്പൊ ഇൻസാന്റെ മുഴുവൻ ദാത്തിയാത്താണ്, അയവാനും നാത്തിക്കും ഓലദ്ത്താമാവും. എങ്കിൽ ബായത് കൊണ്ടായിരിക്കും, അപ്പൊ അബ്ദുനാക്കിസായി. ഇനി വൈദ്യം വെക്കുമ്പി മുജറദ് ദാത്തിയാത്തി, ഇനി എല്ലാ ദാത്തിയാത്ത് കൊണ്ടും, വെറും ദാത്തിയാത്ത് കൊണ്ടല്ല. പിന്നെ ഫൈമായക്കുനി മിൻ ജിൻസിൽ കരീബി പോലെ ഖാസ, അത് ഖാസയോടും ജിൻസ് കരീബിനോടും കൂടെയാണ്. അപ്പൊ അങ്ങനെ ആണുമ്പോഴോ റസ്മുത്താമു എന്ന് പറയും. ഔദ്യോഗിക അല്ലാത്ത രൂപത്തിൽ കൊണ്ടാണെങ്കിൽ റസ്മുനാക്കിസ് എന്ന് പറയും. മനസ്സിലായ? കാല 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 കാല
മുസന്നിഫ് റഹ്മത്തുള്ളാഹി പറയുന്നു, വയജിബുൽ ഇഅ്തിറാസു, സൂക്ഷിക്കൽ നിർബന്ധമാകും, അൻ തഅരീഫി ശൈഇ, ഒരു വസ്തുവിനിക്ക് തഅരീഫ് പറയുന്നതിനെ തൊട്ട്. ഒരു വസ്തുവിനിക്ക് എന്ത് ചെയ്യാ? തഅരീഫ് പറയാം. ആ തഅരീഫ് പറയുന്ന തൊട്ട് സൂക്ഷിക്കൽ എന്താണ്? അത്യാവശ്യമാണ്. സൂക്ഷിക്കൽ നിർബന്ധമാണ്. ഏതുകൊണ്ട് തഅരീഫ് പറയാ? ബിമാ, ഒരു തഅരീഫ് കൊണ്ടിട്ട്. യുസാവിഹി, അത് ആ മുഅറഫിനോട് സമമാകും. ഫിൽ മഅരിഫത്തി വൽ ജഹാലത്തി, അറിവിന്റെ വിഷയത്തിലും അറിവ് കേടിന്റെ വിഷയത്തിലും. കാരണം നമ്മൾ മുഅരിഫ് നമ്മൾ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മുഅറഫിനെ പരിചയപ്പെടുത്തി കൊടുക്കാനല്ലേ. ഒരു മുഅരിഫിനെ നമ്മൾ അന്വേഷിച്ച് തേടി പിടിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ മുഅറഫിനെ പരിചയപ്പെടുത്തി തരാനാണ്. മനസ്സിലായില്ലേ? അപ്പൊ സത്യത്തിൽ പറഞ്ഞാൽ മുഅറഫ് എന്താവാൻ പാടില്ല? പരിചയപ്പെട്ടതാവാൻ പാടില്ല. മനസ്സിലായില്ലേ? മുഅരിഫിനെ പോലെ പരിചയപ്പെട്ടത് ആവരുത് ഏത്? മുഅറഫ്. അതേപോലെ പിന്നെ മുഅരിഫ് ഏതാനും പാടില്ല, മജ്ഹൂലാവാനും പാടില്ല. കാരണം ഇവിടെ മുഅറഫ് മജ്ഹൂലായി കിടക്കല്ലേ. അതിനെ അറിയിക്കാനുള്ള പിന്നെ മാർഗമാണല്ലോ മുഅരിഫ്. ഈ മുഅരിഫ് മജ്ഹൂലായ മജ്ഹൂലിനെ കൊണ്ട് മജ്ഹൂലിനെ വെളിവാക്കാൻ കഴിയോ? കഴിയില്ലല്ലോ. അതാണ് പറയാൻ പോലെ. ഏതുപോലെ ഉദാഹരണം പറയാം. തഅരീഫിൽ ഹർക്കത്തി, ഹർക്കത്തിനൊക്കെ തഅരീഫ് പറയാം. ഏതുകൊണ്ട് തഅരീഫ് പറയാം? ബിമാ ലൈസ ബി സുക്കൂനി, സുക്കൂനല്ലാത്തതായ ഒന്ന്. ഹർക്കത്ത് എന്താണ്? സുക്കൂനല്ലാത്തത്. ഹർക്കത്ത് സുക്കൂനല്ലാത്തത്. സുക്കൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹർക്കത്തല്ലാത്തത്. കാരണം മഅരിഫത്തിന്റെ വിഷയത്തിലും ജഹാലത്തിന്റെ വിഷയത്തിലും എന്താണ്? സമാണ്. അതായത് മഅരിഫത്തിനെ പറ്റി എങ്ങനെ അറിവുണ്ട്, അതേപോലെ സുക്കൂനെ പറ്റിയിട്ടും അറിവുണ്ടാവും. മഅരിഫിനെ പറ്റിയിട്ട് എങ്ങനെ പിന്നെ ഏതുണ്ടോ അറിവുകേടുണ്ടോ, അതേപോലത്തെ അറിവുകേട് ഏതിനെ സംബന്ധിച്ചുണ്ടാവും? സുക്കൂനെ സംബന്ധിച്ചുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ സത്യത്തിൽ പറഞ്ഞാൽ അത് ശരിയല്ല. അതുപോലെ വസ്സൗജി, സൗജിനക്ക് തഅരീഫ് അറിയാം. എന്തിന്? ബിമാ ലൈസ പറയും ഫർദല്ലാത്ത സൗജാണ്. സൗജിന് പറഞ്ഞ ഫർദല്ലാത്തതാണ്. അതുകൊണ്ട് ഇപ്പൊ എന്ത് വായുത? കാരണം മുഅരിഫിന്റെ അമൽ അവിടെ ഉണ്ടാകണില്ലല്ലോ. മുഅരിഫിന്റെ അമൽ എന്ന് പറഞ്ഞാൽ മുഅറഫിനെ മനസ്സിലാക്കി തരണ്ടേ, പരിചയപ്പെടുത്തി തരണ്ടേ. അത് ഒരിക്കലും പറയാൻ എന്തില്ല, പരിചയപ്പെടുത്തുന്ന വിഷയം വരുന്നില്ലല്ലോ. നല്ല കഥ. അതേപോലെ വൻ തഅരീഫ് ശൈഇ, ഒരു ശൈഇനക്ക് തഅരീഫ് പറയുന്നതിനെ തൊട്ടും സൂക്ഷിക്കൽ നിർബന്ധം. ഏതുകൊണ്ട്? ബിമാ, ഒന്നുകൊണ്ട് തഅരീഫ് അറിയാം. എങ്ങനത്തെ ഒന്നാണ്? ലാ യുറഫു, അതിനറിയപ്പെടുകയില്ല. ആ ഒന്നിനെ ഇല്ലാ ബിഹി, ഏതുകൊണ്ടല്ലാതെ? മുഅറഫ് കൊണ്ടല്ലാതെ. മനസ്സിലായില്ലേ? മുഅറഫ് കൊണ്ട് ഏതുള്ളൂ? മുഅരിഫിനെ അറിയുള്ളൂ. അങ്ങനത്തെ മുഅരിഫ് കൊണ്ട് അങ്ങനെ പിന്നെ മുഅറഫിനെ പിന്നെ മനസ്സിലാക്കുന്നത്തെ കൊണ്ട് അങ്ങനത്തെ മുഅരിഫ് കൊണ്ട് എങ്ങനെ മുഅറഫിനക്ക് തഅരീഫ് അറിയും? മനസ്സിലായി? അപ്പൊ എ ബി വെച്ച് നോക്ക. ഈ അതായത് എ മനസ്സിലാവണമെങ്കിൽ ഇപ്പൊ ഏതുപോലെ അലിഫ്, പിന്നെ ബാ, ജീമ്, അല്ലെങ്കിൽ 1, 2 അങ്ങനെ പറയാം, 3. ഈ 2 മനസ്സിലാവണമെങ്കിൽ 1 മനസ്സിലാവണ്ടേ? 1ൽ നിന്നല്ല 2 ഉണ്ടാകുന്നത്. 3 മനസ്സിലാവണമെങ്കിൽ ഏത് മനസ്സിലാവണം? 2 മനസ്സിലാവണം. കാരണം 2ൽ നിന്നാണ് ഏതുണ്ടാകുന്നത്? 2ൽ നിന്നാണ് ഏതുണ്ടാകുന്നത്? അതെ. അപ്പൊ സത്യത്തില് ഈ 2 എന്നത് അറിയപ്പെടണമെങ്കിൽ ആദ്യം 1നെ അറിയണം. 3 അറിയപ്പെടണമെങ്കിൽ ഏതറിയണം? അപ്പൊ ഈ 2 കൊണ്ട് ഒരിക്കലും 1ന് തഅരീഫ് അറിയില്ല. ഇത് പറയാണ് വിശദീകരണം ശാരി പറയുന്നുണ്ട്. മനസ്സിലായില്ല?
കേവലം ഒരു അറിവിന് വേണ്ടി മാത്രം പറയാണ്. അത് സവാവും കാണും മർത്തബത്തിൻ വായിദ, അതൊരു മർത്തബയിലാവട്ടെ ഏറെ മർത്തബയിലാവട്ടെ. ഒരു ഉദാഹരണം ആദ്യം പറയണ്ടല്ലോ അല്ലേ. കമായുക്കാലു പറയപ്പെടാറുള്ളത് പോലെ അൽ കൈഫിയ്യത്തു മാ ബിഹാ യഖഉൽ മുശാബഹ. കൈഫിയത്ത് എന്ന് പറഞ്ഞാൽ മാ ഒന്നാണ്, ബി അതുകൊണ്ടാണ് യഖഉൽ മുശാബഹത്ത് ഉണ്ടാകുക, സാദൃശ്യത ഉണ്ടാകുക. അപ്പൊ ആ ഐസിയത്ത്, ആ കൈഫിയത്ത്, ആ രൂപം. അപ്പൊ കൈഫിയത്തിന് കൈഫിയത്തിനെ പറ്റി ഇപ്പം പിന്നെ നമ്മൾ എന്ത് കാര്യം പറയും? മാ ബിഹാ യഖഉൽ മുശാബഹത്ത്, മാ ബിഹാ യഖഉൽ മുശാബഹത്ത്. മുശാബഹത്ത് ഉണ്ടാകുന്നത് ആ ഒന്നുകൊണ്ടാണ്, അതിനാണ് കൈഫിയത്ത് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? സത്യത്തിൽ മുശാബഹത്ത് അറിയെങ്കിൽ എന്ത് വേണം? കൈഫിയത്ത് അറിയണ്ടേ? ഇപ്പം പോക്കര് മായമയിനോട് സാദൃശ്യമാണ് നിൽക്കുക. പോക്കര് മായമയിനോട് സാദൃശ്യമാണ്. പോക്കര് മായമയിനോട് സാദൃശ്യമാണ് എന്ന് പറയണമെങ്കിൽ ഈ അതായത് പോക്കര് മോമയിനോട് സാദൃശ്യമായതാണ് ആണെങ്കിൽ ഈ പിന്നെ മുഹമ്മദിലുള്ള പിന്നെ പിന്നെ അവസ്ഥ പിന്നെ സവിശേഷതകൾ എന്തെന്ന് ആദ്യം അറിയണം. ആ സവിശേഷതകൾ ആരിലും വേണം? പോക്കറിലും വേണം. അപ്പോഴേ പോക്കർ മുഹമ്മദിനോട് സാദൃശ്യാണെന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് കൈഫിയത്ത് എന്ന് പറഞ്ഞ മാ ബിഹാ യഖഉൽ മുശാബ. അതുകൊണ്ടാണ് മുശാബഹത്ത് ഉണ്ടാകുന്നത്. മനസ്സിലായ? സുമ്മ യുക്കാലു ആദ പറയുന്നത്. സുമ്മ യുക്കാലു പിന്നെ പറയപ്പെടും അൽ മുശാബഹത്ത് ഇത്തിഫാഖും ബിൽ കൈഫിയ്യ. കാരണം മുശാബഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കൈഫിയത്തിലുള്ളതായ ഇത്തിഫാഖാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഒറ്റ മർത്തബയിലായി. അല്ലെങ്കിൽ മറാത്തിബ പല മർത്തബകളെ കൊണ്ടാവാം. ഇത് ഈ പറയപ്പെട്ടത് നമ്മൾ പറഞ്ഞില്ലേ, അറിയപ്പെടില്ല എന്ന് പറഞ്ഞില്ലേ ഒരു ഷെയ്ഖിനെ, അത് പല മർത്തബകളെ കൊണ്ടാവാം. അപ്പൊ ഏതുപോലെ അത് ഇസ്നാനി സൗജുൻ അവ്വലു, ഇസ്നാനി എന്നുള്ളത് ഒന്നാമത്തെ സൗജാണ്. പിന്നെ നമ്മൾ പറയും അസൗജുൽ അവ്വലു ഹുവ മുൻഖസിം ബിൽ മുതസാബിയൈൻ. സുമ്മ യുക്കാലു പിന്നെ പറയും അൽ മുതസാബിയാനി ഹുമ ഷൈആനി ലദാനി ലാ യഫ്ദുലു അഹദുഹുമാ അലൽ ആഖരി. മനസ്സിലായില്ലേ? മുതസാബിയായ രണ്ട് എന്ന് പറഞ്ഞാല് അത് ഒന്നിനേക്കാളും എന്തുണ്ടാവാൻ പാടില്ല? ഏറ്റ വ്യത്യാസമാവാൻ പാടില്ല. അതേപോലെ മുൻഖസി മുതസാബിനിയായ ഒന്നിന് കാണുന്നത് സൗജി എന്ന് എന്ത് ചെയ്യാ പറയാ. അപ്പൊ രണ്ട് മർത്തബായില്ലേ? അതാണ്. എന്നൊരു ചുമ്മയുക്കാലു പിന്നെ പറയപ്പെടും അശ്ശയ്യാനു വലിയ സിനാനി. ചെയ്യാനി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമാണ് എന്ന് പറയും. അതേപോലെ അപ്പൊ അത് അങ്ങനെ തരീഫ് പറഞ്ഞാലും എന്തുണ്ടാവില്ല? മുഅറബിനെ മനസ്സിലാക്കുക മുഅരിബ് കൊണ്ട് എന്നൊരു വിഷയത്തിലേക്ക് എത്തിച്ചേരാന് കഴിയൂല. വയജിബു നിർബന്ധമാകും അയ്യത്തരിസ സൂക്ഷിക്കല് അന്യസ്ത്രീമാരി അൽഫാദിൻ ഗരീബത്തിൻ വൈശയ്യത്തിൻ ലാഹി അൽഫാദി അൽഫാദിൻ ഗരീബത്തിൻ ബുദ്ധിയെ തൊട്ട് വിദൂരത്ത് കിടക്കുന്ന വരീബായ ലഫ്ളുകള് പെരുമാറുന്നതിനെ തൊട്ട് സൂക്ഷിക്കാൻ നിർബന്ധമാണ്. എങ്ങനത്തെ വരീബായ ലഫ്ളുകളാണ്? വൈശീയത്തായ പച്ചമലയാളം പറഞ്ഞ കാട്ടിലെ പിന്നെ ഈ പദങ്ങൾ, കാട്ടുപ്രയോഗങ്ങൾ ആർക്കും പറ്റും. ഇപ്പം പിന്നെ കാട്ടിൽ ആദിവാസി സംസ്ഥാനം പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയോ? ഇല്ല. ദലാലത്ത് വായിറല്ലാത്ത അതിന്റെ മാന എന്താന്ന് വ്യക്തമല്ലാന്ന്, മാന എന്താണെന്ന് വ്യക്തമല്ലാത്ത അങ്ങനത്തെ ഒന്നും തരീഫ് പറയാൻ പറ്റൂല. ബി കിയാസാക്കിയിട്ടില്ല സാമിയിലേക്ക്. എന്താ സാമിയിലേക്ക് കിയാസാക്കണം? എന്താ സാമിയിലേക്ക് കിയാസാക്കുക? സാമിയിലേക്ക് കിയാസാക്കുക എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ സാമീനോട് ഒരു മുഖാത്തബിനോട് അൽ ഇൻസാൻ അയവാനാത്തിക്കും തരീഫ് പറഞ്ഞാൽ സാമീൻക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൻസാൻ എന്ന് പറഞ്ഞാൽ അയവാനും നാത്തിക്കാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമ്മൾ ഈ തരീഫ് പറയുമ്പോ ഈ പറയപ്പെട്ട മുഖാത്തബ് ഉണ്ടല്ലോ, എങ്കിൽ സാമി ഉണ്ടല്ലോ, സാമീന്റെ ഒരിലേക്ക് ഒരു നിസ്ബണ്ട് അവിടെ ചേർക്കലുണ്ട്. ആ ചേർക്കുന്ന രൂപത്തിലുള്ള
ചേർത്ത് കൊണ്ടുള്ളൊരു അറിവ് ഇവിടെ ഉണ്ടായിത്തീരില്ല. കാരണം എന്താ? ഇത് കൗനി ഈ പറയപ്പെട്ട താരീഫ് ആയ കാരണത്തിന് വേണ്ടി മുഫവ്വിത്തല്ലി താരീഫ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതായ ഫായിദയെ അത് നഷ്ടപ്പെടുത്തുന്നുണ്ട്. കാരണം താരീഫ് കൊണ്ടുള്ള ഫായിദ മുഅറഫിന്റെ ദാത്തിയായ വിഷയങ്ങൾ എന്താണെന്ന് മുഖാത്തബിനക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതിവിടെ നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒന്നും പറ്റൂല. ആകയാൽ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു വസ്തുവിനക്ക് നമ്മൾ താരീഫ് പറയുമ്പം മനസ്സിലായില്ലേ? താരീഫ് പറയുമ്പം മുഅറഫിനേക്കാളും മഅരിഫത്തിന്റെ വിഷയത്തിൽ അഴയായി നിൽക്കണം മുഅരിഫ്. ഇതാണ് ഇപ്പൊ നമുക്ക് അതിന് രക്തചുരുക്കം മനസ്സിലാക്കാനുള്ളത്. മനസ്സിലായില്ലേ? ഒന്നിനക്ക് നമ്മൾ ഒരു മുഅറഫിനക്ക് താരീഫ് പറയപ്പെടും. നമ്മൾ താരീഫ് പറയുമ്പോൾ ആ താരീഫ് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന മുഅരിഫ് ഉണ്ടല്ലോ, ആ മുഅരിഫ് മുഅറഫിനേക്കാളും മഅരിഫത്തിന്റെ വിഷയത്തിൽ അഅ്ലാ ദറജയിലാവണം. മനസ്സിലായേ? അപ്പേ നമ്മൾ താരീഫ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഫായിദ എന്ത് ചെയ്യുള്ളൂ? കരസ്ഥമാവുള്ളൂ. ബസ്. വല്ലാഹു അഅലം.